പുള്ളിക്കാരും പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ അപ്പം അനൂപൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന. അനൂപേട്ടൻ പറഞ്ഞൊരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും നായില വർക്ക് ചെയ്യുന്ന ചേട്ടനാണ്, ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി 89,000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു മൊത്തം. ഞാൻ കൊല്ലം സുധിയുടെ മോൻ കിച്ചുവാ, എല്ലാവർക്കും അറിയാമല്ലോ. 1,89,000 ബില്ല് ആര്? തങ്കച്ചനും രേണുവും കൂടെ ഉണ്ടാക്കി വെച്ചതാ. മെയിനായിട്ട് തങ്കച്ചൻ, രേണുവിൻ്റെ അച്ഛൻ ഒരു നാണവും മാനവും ഇല്ലാത്ത നാറിന്ന് തന്നെ പറയാം. ചെക്കൻ പോയി ബില്ലും കാര്യങ്ങളും സെറ്റ് ചെയ്തപ്പോൾ 89,000 രൂപ. പൊതുവായ സുധിയെ പള്ളിയിൽ തന്നെ അടക്കണമെന്ന് ഇത്രമാത്രം വാശി എന്തായിരുന്നു? ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാനും അതൊരു പണ്ട് ഫുൾ തെളിവ് സഹിതം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ച് അന്ന് ഒരു മനുഷ്യൻ പോലും ഞങ്ങളാരും വിശ്വസിച്ചില്ല. 1 വർഷം മുമ്പുള്ള കാര്യമായി പറയുന്നത്. ഇപ്പോൾ ചെക്കൻ്റെ വായിന്ന് തന്നെ ഓരോ കാര്യങ്ങൾ വരുന്നത് കണ്ടില്ലേ? ആ മരണം വരെ വിറ്റ് കാശാക്കി. അവൻ്റെ ആ ഒരു വീഡിയോ കാണും, ലൈഫ് സ്റ്റോറി. അവൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾ മൊത്തം കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും, ഡ്രഗ്സിന് അഡിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വരെ എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ പറ, ഇവളെയും ഇവിടെ തന്ത എന്തു പറയണം? ഞങ്ങളൊക്കെ എടുത്തിട്ട് വാരുമല്ലോ. എല്ലാവരും പറയും ഒരു പാവം പിടിച്ച വിധവയായിട്ടുള്ള സ്ത്രീ വിധവകൾക്ക് മാതൃകയാണെന്നാണ് പറയണേ. വിധവകൾക്ക് മാതൃകയാണെങ്കിൽ അവിടെ സബ്സ്ക്രിപ്ഷനിൽ ഇത് പറയുന്ന കുറേ സ്ത്രീകളുണ്ട്. ആദ്യം അവിടെ പോയി സബ്സ്ക്രിപ്ഷൻ പോയി അങ്ങ് എടുക്കുക. അപ്പോൾ നിനക്കൊക്കെ മനസ്സിലാവും വിധവകളുടെ മാതൃക എന്താണെന്ന്. ഈ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം വേണ്ടോ? നിങ്ങൾ പറയും. ഇനിയും കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട്, കുറച്ചും കൂടെ കാര്യങ്ങൾ. എനിക്കിപ്പോൾ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഈ ചാനലൊന്ന് ഫോളോ ചെയ്തേക്ക്. മൊത്തം കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇനി വെറുതെ വിടൂല. കൊച്ചിൻ്റെ വായിന്ന് കുറച്ച് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, 1,89,000 ബില്ലുണ്ടാക്കിയിട്ട് എട്ടും പൊട്ടും തിരിയാത്ത ചെറുക്കൻ്റെ അന്ന് എട്ടും പൊട്ടും തിരിയാത്ത ചെറുക്കൻ്റെ അല്ല ഈ കാര്യങ്ങൾ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഊടായിപ്പോ ഫാമിലി. അവിടെ അച്ഛനുണ്ടല്ലോ തങ്കച്ചൻ, ഇതുപോലൊരു നാറി. അന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പിന്നെ കണ്ടതാണ്. അന്നേ ഇയാളുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായതായിരുന്നു അന്നേ. ഓക്കെ, ഇനി നിങ്ങൾ പ്രേക്ഷകർ പറ, എന്താണ് ഇവറ്റ ആൾക്കൊക്കെ കൊടുക്കേണ്ട മറുപടി എന്ന്? ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടായോ? ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്.